സ്ഥാനാർത്ഥിത്വവും അധ്യക്ഷപദവും ഒരുമിച്ച് വഹിക്കുമ്പോൾ അത് ഈ ഏകോപനത്തെ, പ്രത്യേകിച്ച് ഇതൊരു സുപ്രധാന തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിനെ വെച്ച് നോക്കുമ്പോൾ, ഏകോപനത്തെ ബാധിക്കുമെന്നുള്ള ആശങ്ക താങ്കൾക്കുണ്ട്? ഇല്ല, അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടത് ഞാനല്ല. കാരണം ഇത്തരം പാർട്ടിയുടെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളാണ്, അവർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന തീരുമാനമാണ്. അതിൽ ഞാനല്ല അഭിപ്രായം പറയേണ്ടത്, പാർട്ടി ദേശീയ നേതൃത്വമാണ് അഭിപ്രായം പറയേണ്ടത്. നിങ്ങൾ പാർട്ടി ദേശീയ നേതൃത്വത്തോട് ചോദിച്ചാൽ അവരാണ് കാര്യത്തിൽ അഭിപ്രായം പറയുന്നത്. നിങ്ങൾ അവരെ കാണുക. എനിക്ക് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തെ സംബന്ധിച്ച് ഞാൻ മറുപടി പറയാൻ ഞാൻ അങ്ങനെയുള്ള അധികാരമൊന്നും എനിക്കില്ല. പിന്നെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കമാൻഡിനെ ബന്ധപ്പെടുക. മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് കൊട്ടാരക്കര. ഐഷ പോറ്റിയ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് രശ്മി BJP-യിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹം വരുന്നുണ്ട്. അപ്പോൾ അതിനാണ് എന്താണ് പ്രതികരണം? അതിനെ സംബന്ധിച്ച് ഇങ്ങനെ മാധ്യമങ്ങളിൽ, ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ചിരുന്നു. അങ്ങനെ ഒരു പാർട്ടി മാറുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം അവരെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ പ്രതിപക്ഷ നേതാവും അവരോട് സംസാരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരെയും വിളിച്ച് ഫോണിൽ സംസാരിച്ചിരുന്നു. അവരോട് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനോടും പാർട്ടി വിടുന്ന ഒരു കാര്യത്തെക്കുറിച്ചും അവർ സൂചിപ്പിച്ചില്ല. ഈ മാവേലിക്കരയിലെ MLA ഇല്ല എന്നുള്ളൊരു വിഷമം ഇപ്രാവശ്യം അവസാനിക്കുമോ? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ കുട്ടനാട്, പിന്നെ കുന്നത്തൂര്, പത്തനാപുരം ഒക്കെ തന്നെ ഇത്തവണ UDF-ന് നല്ല സാധ്യതയുള്ള നിയോജകമണ്ഡലങ്ങളായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാവേലിക്കരയും അതുപോലെ തന്നെ ചെങ്ങന്നൂരും ഒക്കെ തന്നെ, കൊട്ടാരക്കരയൊക്കെ തന്നെ നല്ല മത്സരം നടത്തിയാൽ ജയിച്ചു വരാവുന്ന മണ്ഡലങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 7 അസംബ്ലി മണ്ഡലങ്ങൾ, 4 അസംബ്ലി മണ്ഡലങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇത്തവണ 7 മണ്ഡലങ്ങളിലും UDF-ന് വിജയസാധ്യത ഉണ്ട്. 7 മണ്ഡലങ്ങളിലും UDF ജയിച്ചു വരുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ. മാവേലിക്കരയിൽ മുത്താറ രാജനെ പോലത്തുള്ള സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം സാധ്യതയുള്ളത്? അല്ല, ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഒരു നിയോജകമണ്ഡലത്തെക്കുറിച്ച് സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിലായി ഉള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥി ഓപ്പൺ മണ്ഡലങ്ങളിലെ സംബന്ധിച്ച്, അത് സംവരണ മണ്ഡലം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് MLA-മാരില്ലാത്ത നിയോജകമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമമായി തീരുമാനമെടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഘടകകക്ഷികളുമായി സീറ്റ് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുമായി സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട അന്തിമമായി തീരുമാനം വരേണ്ടതായിട്ടുണ്ട്. ഇതൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.